ഇന്നലെ മുഹറം 10 അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സാബൂൻ അരി അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ചെറിയ മണി അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ മണി അരി എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഒരു 1.25 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് സാബൂൻ അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പെട്ടെന്ന് തന്നെ കുതിർന്ന് ഇട്ടുട്ടാ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ക്യാരറ്റാണ്. 2 ക്യാരറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ്. അതൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ലോണം വെന്ത് വരണേ ക്യാരറ്റ്. ഇനി ഇതാ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ച സാബൂനരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ സാബൂനരി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കുക. ഇത് കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇത് കൈ വെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പോവും. അപ്പോൾ ഇതാ കൈ വെക്കാണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. സാബൂനരി നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ, സാധനത്തിൻ്റെ അളവൊക്കെ. ഞാനിവിടെ 3 പാക്കറ്റ് പാല് ആദ്യം തന്നെ തിളപ്പിക്കാൻ വെച്ചിന് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാമല്ലോ. അപ്പോൾ അത് ആ ഒരു ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കൈവെക്കാണ്ട് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതിൽ കട്ട കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മളിങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് വന്നോളേ. ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏലക്ക മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സാക്കി കൊടുക്കുക. അടിയിൽ പോവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ, കൈവെക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണേ. ക്യാരറ്റ് ഇവിടെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ ഒരു കൂട്ട് ഞാൻ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് നല്ലോണം തന്നെ മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെക്കാണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പഞ്ചസാര നല്ലോണം തന്നെ അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു ഒട്ടി പിടിക്കുന്ന പരുവാവും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ക്യാരറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. നല്ലോണം തന്നെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കുറച്ച് നേരം അങ്ങനെ മിക്സാക്കി കൊടുക്കട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാബൂനരി ഇവിടെ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സാബൂനരിയോ അതുപോലെ തന്നെ ഈ ഒരു പാലും കൂടി നല്ലോണം തന്നെ തിളച്ച് നല്ലോണം തന്നെ മിക്സായി വന്നിട്ടുണ്ട്. എത്രയും മതിയാവും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പഞ്ചസാര ഇടുന്ന സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റിൻ്റെ അകത്ത് പഞ്ചസാര നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മളെ പായസം അടിപൊളി പായസം ഇവിടെ റെഡി ആയി കിട്ടും. നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് തിളപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അടിപൊളി ക്യാരറ്റ് സാബൂനരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ റെസിപ്പി ആയിട്ട് കാണാം. ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വെക്കും തോറും കുറച്ച് കട്ടിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ കുറുകി വരിക.